ആഷിക്കേട്ടാ, ഇതിനിടെ കേന്ദ്ര കമ്മിറ്റി നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ മുഴുവൻ ക്രെഡിറ്റും പാർട്ടി തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ ഒരു വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് പാർട്ടിയിലൊരു അടിമുടി പൊളിച്ചു മാറ്റം അല്ലെങ്കിൽ പൊളിച്ചു പണിയൽ അങ്ങ് തുടങ്ങാൻ പോവുകയാണല്ലേ? എന്താണ് ആഷിക്കേട്ടനെ പറ്റി പറയാനുള്ളത്? തെറ്റ് തിരുത്തും, പൊളിച്ചു പണിയിൽ വരും, അല്ലെങ്കിൽ നേതൃത്വം മാറും, അല്ലെങ്കിൽ മാറില്ല, മാറാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് കുറച്ച് ദിവസങ്ങളായി ഈ എയറിലുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. പക്ഷേ അതിനെല്ലാം ആക്കം കൂട്ടുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ വിവരങ്ങളുമാണ് ഈ അടുത്ത മണിക്കൂറുകളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഗോവിന്ദമാഷിൻ്റെ പ്രസ് മീറ്റിനിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ നമ്മുടെ CPM നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം മുഴുവനായി അടിമുടി ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ പോവുകയാണ്. പക്ഷേ സെക്രട്ടറി മാറുമോ, അല്ലെങ്കിൽ ഈ ഗോവിന്ദമാഷിന് പകരം സെക്രട്ടറി ആര് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ചോദിക്കുകയാണ്, എന്നെ മാറ്റാനുള്ളത് നിങ്ങളുടെ വെറും സ്വപ്നങ്ങൾ മാത്രം, അല്ലെങ്കിൽ CPM ഒരു സംസ്ഥാന സെക്രട്ടറി എന്നത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ് എന്നാണ് ഗോവിന്ദമാഷ് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ LDFൻ്റെ ഈ CPM നേതൃത്വത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രിമാരെല്ലാം എത്തുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ നമ്മുടെ പി രാജീവ് നമ്മുടെ മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ LDF കൺവീനർ ആയേക്കും, അല്ലെങ്കിൽ ആ ഒരു സാധ്യതയെല്ലാം 100% അല്ലെങ്കിൽ 100% ഏകദേശം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്ന ആർ ബിന്ദു കൂടാതെ വീണ ജോർജ് ഇവരെ രണ്ടുപേരെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കുകയാണ്. ഇപ്പോൾ മന്ത്രിയുടെ അല്ലെങ്കിൽ MLA പദവിയും പോയി, ഈ ഒരു പാർട്ടിയുടെ സംസ്ഥാന പദവിയിലെ ആ ഒരു അംഗത്വവും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല, ഇനി ഈ CPM നേതൃത്വത്തെ പുതിയ ഒരു തലമുറ ഭരിക്കുമോ, അല്ലെങ്കിൽ പുതിയൊരു തലമുറ നയിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിനും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം നൽകിയിട്ടില്ല അദ്ദേഹം. അതായത് ഇനിയൊരു ഈ പാർട്ടി നേതൃത്വത്തേക്ക് അല്ലെങ്കിൽ അമരത്തേക്ക് യുവാക്കളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായിട്ടുള്ളൊരു ഇതില്ല. ഞങ്ങൾ നേതാക്കന്മാർ അങ്ങനെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യും. അതായത് നമ്മുടെ സ്കൂളിൽ പണ്ടൊരു ആചാരം ഉണ്ടായിരുന്നു. അതായത് ഈ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ബാക്ക് ബെഞ്ചിലേക്ക് പോകുന്നു, അങ്ങനെ ഓരോ വീക്കിലും ഇങ്ങനെ ബെഞ്ച് മാറി വരുന്ന റൊട്ടേഷൻ ഉണ്ടല്ലോ. എന്ന കണക്കിനാണ് ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾക്ക് മറ്റൊരു സ്ഥാനം, ആ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരാൾ വേറൊരു സ്ഥാനത്തേക്ക്, അങ്ങനെ പറയുമ്പോൾ സ്ഥാനമാറ്റം നമ്മൾ സ്ഥാനമാറ്റം നടത്തിയല്ലോ എന്ന് പറയാം. അതെ, സ്ഥാനം മാറ്റിയോന്ന് ചോദിച്ചാൽ മാറ്റി, പക്ഷെ നേതൃത്വത്തിന് കാര്യമായിട്ടുള്ള ഒരു പുരോഗമനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. അല്ല, ഇത്തരം വാർത്തകളുടെ കമന്റുകളിൽ കാണുന്നുണ്ട്, തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി. അത് അക്ഷരാർത്ഥത്തിൽ ഇവര് നിലവിൽ വരുത്താൻ പോവുകയാണെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ടല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ CPM പാർട്ടി ഇത്രത്തോളം അധപ്പതിച്ചതിൽ കേരളത്തിലെ സാധാരണക്കാർക്കും ബുദ്ധിമുട്ട് ഉള്ളവരുമുണ്ട്, അല്ലെങ്കിൽ CPM പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആൾക്കാരും വളരെ വേദനയോടെയാണ് ഈ ഒരു CPM എന്നുള്ള ഒരു പാർട്ടിയുടെ അധപ്പതനം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു CPM പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് എനിക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പോലും പറയാനുള്ളത്. ശരിക്കും ഈ ഒരു നേതൃമാറ്റം മാറിയാൽ ഈ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രൈമായിട്ടുള്ള ഒരു അവരുടേതായിട്ടുള്ള CPMൻ്റെ ഒരു ആധിപത്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ, ആ ഒരു ശക്തിയോടെ, പൂർവാധികം ശക്തിയോടെ, അല്ലെങ്കിൽ പഴയ ആ ഒരു CPMൻ്റെ പവറോടെ തിരിച്ചു വരും എന്നുള്ളതാണ് ഈ ഒരു നേതൃമാറ്റം ഉണ്ടായത്. ഇപ്പോൾ പ്രധാനമായും നമ്മുടെ CPMൻ്റെ അമരത്തുള്ളത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൂടാതെ ഗോവിന്ദമാഷ്, TP രാമകൃഷ്ണൻ, അല്ലെങ്കിൽ A വിജയരാഘവൻ, അതുപോലുള്ള ഏകദേശം വയോജനങ്ങളാണ്. അവരിൽ നിന്നെല്ലാം ഒരു യുവാക്കളിലേക്ക് ഈ ഒരു പാർട്ടി എത്തണമെങ്കിൽ യുവത്വം ഈ ഒരു പാർട്ടിയുടെ അമരത്തേക്ക് വരണം. ഈ LDF കൺവീനർ സ്ഥാനത്തേക്ക് P രാജീവ് വരുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതുമാത്രമല്ല, P രാജീവ് ഈ ഒരു പാർട്ടി ഈ ഒരു ദുർഘടമായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഉത്തരം മുട്ടിയ സമയത്ത് പാർട്ടിയുടെ നാവാകാൻ P രാജീവിന് സാധിച്ചിട്ടുണ്ട്. അതായത് നിയമസഭയിൽ പിണറായി വിജയന് ഉത്തരം മുട്ടുമ്പോൾ KN ബാലഗോപാൽ അവിടെ മറുപടി പറയും. പുറത്ത് എന്ന് വാർത്താ സമ്മേളനത്തോട് ഉത്തരം മുട്ടിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് പറയാൻ പറ്റാത്ത വിശദീകരണം നൽകാൻ പറ്റില്ലെങ്കിൽ ഉടനെ വിളിക്കും P രാജീവിനെ, രാജീവെ കയറി വാ, ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക, ഇവർക്ക് കൊടുക്കുക എന്ന് പറയും. അദ്ദേഹം നമ്മുടെ MV ഗോവിന്ദൻ്റെ ഒരു മിനി വേർഷനാണ്. ഈ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള കാരണങ്ങളെല്ലാം പറഞ്ഞ് ഒരു കൺഫ്യൂഷൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു
കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല നമ്മൾ കണ്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ എം സ്വരാജ് ആയിരുന്നു ഈ ഒരു ഡ്യൂട്ടി വഹിച്ചിരുന്നത്. അപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, സംസ്ഥാന സെക്രട്ടറി എന്താ ഉറക്കമാണോ, സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ എം സ്വരാജ് എന്നുള്ള ഒരു പ്രതികരണം കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലുള്ള നേതാക്കന്മാരെല്ലാം അവരുണ്ടായിരുന്നപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭാവത്തിലും ഉണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ യുവത്വമുള്ള അല്ലെങ്കിൽ ചുറുചുറുക്കോടുള്ള യുവത്വം ഈ ഒരു CPM-ന്റെ അമരത്തേക്ക് വന്നാൽ ആ ഒരു പഴയ പ്രതാപ കാലഘട്ടം CPM-ന് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കുന്നില്ല അല്ലേ, ചിരിച്ചു തള്ളിവിടുകയാണ്. ഇതൊരു സസ്പെൻസായി വെക്കുകയായിരിക്കും അല്ലേ ഗോവിന്ദൻ മാഷിന്റെ ചിരി, എല്ലാ അദ്ദേഹത്തിന്റെ ചിരി ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തുന്ന രീതിയിലാണ് സാധാരണക്കാരൻ അത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോ ഒരാൾക്ക് ഉത്തരം മുട്ടുമ്പോൾ തിരിച്ച് ഒന്ന് വേറെ എന്തെങ്കിലും കോപ്രായോ ചിരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൈദ്ധാന്തികപരമായിട്ടുള്ള എന്തെങ്കിലും വളച്ചു കെട്ടി ആ വിഷയം മാറ്റി വിടുക, അതാണ് ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതല്ല, CPM-ന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇതുപോലുള്ള ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന മുതിർന്ന നേതാക്കൾ തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമുക്ക് പണ്ടത്തെ മുമ്പ് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു പിണറായി വിജയനെതിരെ, മാൻഡ്രേക്ക്, അതായത് തൊട്ടതെല്ലാം ദുരന്തത്തിൽ കലാശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ CPM എന്നുള്ള പാർട്ടിയുടെ മാൻഡ്രേക്കാണ്, അല്ലെങ്കിൽ CPM-ന് പാർട്ടിക്ക് കിട്ടിയ ആ ഒരു മാൻഡ്രേക്ക് പ്രതിമയാണ് ഈ ഗോവിന്ദൻ മാഷ്. ഈ ഗോവിന്ദൻ മാഷ് എന്ന് ഈ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നു, അന്ന് CPM എന്നുള്ള ആ ഒരു വണ്ടി അത് ടോപ്പ് ഗിയറിൽ ഓടാൻ തുടങ്ങും. എന്ന് അമരത്ത് കയറിയോ അന്ന് തുടങ്ങിയതാണ് CPM-ന്റെ കഷ്ടകാലം. നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പോ എല്ലാത്തിലും വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടും ഈ ഒരു വായ്ത്താളത്തിനൊന്നും കുറവില്ലെന്നുള്ളതാണ്. ഇതെല്ലാം ഏറ്റുപാടി ക്യാപ്സ്യൂൾ ഇട്ട് മടുത്ത അവസ്ഥയിലാണ് സഖാക്കളും. കൂടാതെ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ് സെപ്റ്റംബർ 13 തൊട്ട് 15 വരെയാണ് കോഴിക്കോട് ഇതിൻ്റെ സമ്മേളനം നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിലടക്കം ഒരു തീരുമാനം ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ സാധിക്കുമല്ലേ? അതെ, അത് മാത്രമല്ല, MV ഗോവിന്ദനെതിരെ പാർട്ടി അണികളിൽ നിന്നുള്ള ഒരു ആക്ഷേപമാണെങ്കിൽ പിണറായി വിജയനെതിരെ വരുന്നത് മകളുടെ ആ ഒരു മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുള്ള ആ ഒരു ബന്ധം വെച്ചാണ് ഈ മകൾക്ക് കരിമണൽ കർത്ത ഈ ഒരു മാസപ്പടി, അതായത് ഒരു പണി ചെയ്യാത്തതിന് 2 കോടി രൂപയോളം നൽകിയത് എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയ ഒരു ലേറ്റസ്റ്റ് പുതിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഇതുപോലെ വല്ലാതെ ബുദ്ധിമുട്ടിന് പ്രതിരോധത്തിലാണ് നിൽക്കുന്ന പിണറായി വിജയൻ ഇനി ആ സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത കുറച്ച് നേതാക്കളാണ്, അത് വെറും ഫാസിസ്റ്റുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്നതെന്ന് പൊതുജനങ്ങൾ ഉടനെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനി വരുന്ന സമ്മേളനത്തിൽ ഈ പാർട്ടി ഇതെല്ലാം തിരുത്തി ഈ ഒരു പാർട്ടിയിൽ അടിമുടി ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും.